ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ എല്ലാവരെയും രമ്യ വിളിച്ചു കൂട്ടി. അപ്പോൾ വന്ന ചേട്ടന്മാരെല്ലാവരും പോലീസിനെ വിളി എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുക. ആ സമയം കൊണ്ട് മാഷും കമലയൊക്കെ ഓടി വന്നു. എന്താണെന്ന് ചോദിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ വന്നപ്പോൾ ഈ കുട്ടി കള്ളൻ എന്നും പറഞ്ഞ് ബഹളം വയ്ക്കായിരുന്നു എന്ന് രാധ പറഞ്ഞു. അപ്പോൾ എന്താ രമ്യ സംഭവിച്ചേ? അപ്പോൾ ആൻറ്റി ഞാനകത്ത് ജോലി ചെയ്യായിരുന്നു, പെട്ടെന്ന് മുൻപാതിൽ തള്ളി തുറന്ന ആരെ പിറകിലൂടെ വന്ന് എന്നെ പിടിച്ചു, അയാൾ കുടിച്ചിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കയറി പിടിച്ചോ എന്നാൽ ചേട്ടന്മാർ ചോദിച്ചു. അപ്പോൾ കള്ളം മാത്രമല്ല ജ്ഞാനപരോഗ്യം കൂടെ ആവണമെന്നും പറഞ്ഞ് നമ്മുടെ നന്ദിനി പറയാം. അപ്പോൾ ഇവനൊന്ന് വെറുതെ വിടരുത്, നമുക്ക് കയറി നോക്കാം, പോലീസ് വരുന്നതിന് മുൻപേ ഇവനെയൊക്കെ ശരിക്കും പെരുമാറണമെന്ന് ആ ചേട്ടന്മാർ പറയുക കേട്ടോ. ആ സമയത്ത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തായാലും നിയമം കയ്യിലെടുക്കണ്ടായെന്നും പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ വേദ പറഞ്ഞു. ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അകത്ത് കിടന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുക. സമയത്ത് നന്ദിനി ഒന്നുമില്ലല്ലോ, രമിക്കൊന്നും പറ്റിയൊന്നുമില്ലല്ലോ, കളരകത്ത് കയറിയതില്ലല്ലോ, നശിപ്പിച്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടണോ? അയ്യോ അതല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പെൺകുട്ടികൾ ബോൾഡായിട്ട് പെരുമാറണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് പറയാം, ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുത്തം വന്ന് പുറകെ നിന്ന് വന്ന് കയറി പിടിക്കുമുണ്ടോന്ന് ആ ഒരു ഇത് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയില്ലെന്നായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുധാകർ മാഷ് നിങ്ങൾ പറ, ഇങ്ങനെയുള്ളവനെ വെറുതെ വിടാൻ പാടുണ്ടോ? അവനെ ഇപ്പം പിടിച്ചിറക്കി കയ്യും കാലും തല്ലി ഓടിക്കണമെന്ന് പറയുവാണ് ആ ചേട്ടൻ. അല്ലേന്ന് ചോദിക്കുമ്പോൾ ആവേശം കാണിക്കാൻ വരട്ടെ, പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഉണ്ട് മാഷെ, അവരിപ്പോൾ എത്തിക്കോളൂ എന്ന് ഈ ചേട്ടന്മാർ പറയാം. അതുവരെ നമുക്ക് കാക്കാം, തൽക്കാലം അവൻ ഒരു വഴിയിലൂടെയും രക്ഷപ്പെടാതെ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് മാഷ്. ഈ സമയത്ത് രമ്യ അവിടെ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്, എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ആ സമയത്ത് കുട്ടി, ഈ നാട് അത്ര മോശം സ്ഥലമൊന്നും അല്ല എന്ന് മാഷ് പറയാം. ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുൻപ് ഇവിടെ എങ്ങും സംഭവിച്ചിട്ടുമില്ല, അതുകൊണ്ട് കുട്ടി വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു മാഷ് രമ്യയോട്. ഇതിനൊരു പോംവഴി നമ്മൾ കാണും, എന്താ പോരേന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ എന്താ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അയാൾ ഞാൻ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് ഈ പെണ്ണ് പറയാം. അപ്പോൾ താൻ ആ സുധാകര മാഷല്ലേ, വിക്രമൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ മാഷ് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മാഷിനോട് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് താൻ മാറി നിൽക്കാൻ പറഞ്ഞു മാഷിനോട്. ആ സമയത്ത് മാഷ് അങ്ങ് മാറി നിന്നു. അപ്പോൾ രമ്യയോട് ചോദിച്ചു, ഇയാളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ഞാൻ രമ്യയാണ്, ഇന്നടുത്താ ജോലി ചെയ്യുന്നത്, ഞാനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരുത്തൻ എൻ്റെ പുറകിൽ നിന്ന് ഒന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുറകിൽ നിന്നല്ലേ ആൾ വന്നത്, ആരാണെന്ന് കണ്ടില്ലല്ലേ എന്നൊക്കെ പോലീസുകാരൻ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അയാൾ എന്തൊക്കെയോ ഇങ്ങനെ ഈ പെണ്ണിനോട് ചോദിക്കുക. അങ്ങനെ അതെല്ലാം ആ ഒരു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവൻ ഫോൺ അങ്ങ് ഓണാക്കി പോലീസുകാരൻ, ഒരു തെളിവിന് ഇതും കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞതല്ല ഇയാൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. എന്നുവെച്ചാൽ വാതിൽ തുറക്കുക എന്നും പറഞ്ഞ് വകുപ്പുകളൊക്കെ നമുക്ക് തീരുമാനിക്കാം മാഷേ, ആദ്യം ആളെ പൊക്കട്ടെ കേട്ടോ. കൊലപാതകയുടെയും കള്ളന്മാരുടെയും രീതികളും കാര്യങ്ങളൊന്നുമല്ല, ഞരമ്പന്മാരെ കൈകാര്യം ചെയ്യാനേ പോലീസിന് വേറെ ചില രീതികളൊക്കെ ഉണ്ട്. ചെന്ന് തുറക്കടാ എന്നും പറഞ്ഞുകൊണ്ട് മാഷിനോട് പറഞ്ഞിട്ട് ഈ പോലീസുകാരകത്തേക്ക് ചെല്ലുന്നു. ചെന്ന് ലൈറ്റ് ഇട്ട് വാതിൽ നോക്കുമ്പോൾ ദേ നമ്മുടെ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഈ കയറി വന്ന രണ്ട് പോലീസുകാർ വിളിച്ചു. അപ്പോഴേക്ക് SI അകത്തേക്ക് കയറി വന്നു, വിക്രത്തെ കണ്ടു. ആഹാ നീയായിരുന്നോ എന്ന് ചോദിച്ചു. അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടു വാ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരോട് പറഞ്ഞിട്ട് SI പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് വിക്രം ഇങ്ങനെ ആകെ വല്ലാതെ ഇറങ്ങി വരിക. വിക്രത്തെ കണ്ടപ്പോഴേക്കും എല്ലാവരും നടുങ്ങി അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോഴേക്കും രമ്യ, വിക്രം നിങ്ങളോ എന്ന് ചോദിച്ചു. ആ സമയത്ത് വേദയൊക്കെ അന്തം വിട്ട് നിൽക്കുക. കമല, മാഷ് എല്ലാവരും പുറത്ത് വെച്ച് പെരുമാറുമ്പോൾ എന്തൊരു മാന്യനായിരുന്നു, എന്നിട്ട് ഇതാണോ കയ്യിലിരിപ്പെന്ന് രമ്യ നമ്മുടെ വിക്രത്തിനോട് ചോദിച്ചു. എന്നിട്ട് ഇവളിങ്ങനെ നിലത്തോട്ട് കുഞ്ഞിഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അല്ലാതായി നിൽക്കുമ്പോഴേക്കും എന്തൊരു വാടകയാടോ ഇത് സാറേ, എന്തോ വൃത്തികെട്ട മദ്യം അങ്ങേയറ്റം കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ വിക്രത്തെ പറ്റി SIയോട് പറഞ്ഞു. വീട്ടിൽ തങ്കക്കുടം പോലൊരു ഭാര്യ ഇരിക്കുമ്പോഴാണോടാ നിനക്ക് വേറെ വീടിൻ്റെ മതിൽ ചാടാൻ തോന്നുന്നത് എന്ന് ഈ വിക്രത്തിനോട് പോലീസുകാരൻ ചോദിക്കുന്നു. അപ്പോൾ അമ്മ കണ്ടതിലാണ് നമ്മുടെ വിക്രത്തിന് വിഷമം. വിക്രം ഇങ്ങനെ കമലയെ നോക്കും. അപ്പോൾ കമല ചങ്കുപൊട്ടി കരയുവാണ്. അല്ലെങ്കിലും കട്ട് തിന്ന് ശീലിച്ചവൻ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഇലയിൽ സദ്യ വിളമ്പിയാലും അവൻ വേറെ തീറ്റ തേടി പോകുമെന്നൊക്കെ പറഞ്ഞ് SI മാക്സിമം ഓടിയിട്ട് നാണം കെടുത്തുക നമ്മുടെ വിക്രത്തിന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ച്. അപ്പോൾ കമലയൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സാറേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട്, ഇങ്ങനെയുള്ള ഭാഷയിലൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തൊട്ടപ്പുറത്തുള്ളപ്പോൾ തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാം അല്ലേടാ, അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ പറഞ്ഞു വിക്രം. നിനക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കാം, ഇപ്പോഴല്ല, ഇടിച്ച് നിന്റെ കൂമ്പുമായിട്ട് ജയിലിൽ കൊണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഞാൻ കാണാൻ വരാം, അപ്പം നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം, ഇപ്പം നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൊണ്ടുപോവുക.
അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുമ്പം സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ പറഞ്ഞു വിക്രം. അപ്പോൾ പിടിച്ച് കയറിയുടെ ഇവനെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ. അപ്പോഴത്തേക്ക് രാധയും വേദയും രംഗത്തേക്ക് വന്നു. സാറേ വിക്രമിന് എന്താ പറയാനുള്ളതൊന്നും കേൾക്കണ്ടേ, അറിയണമല്ലോ എന്ന് പറഞ്ഞു രാധ വന്നപ്പോൾ. അതെ സാർ, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ എന്ന് വേദയും പറഞ്ഞു. അപ്പോൾ ഇടവും വലവും നിന്ന് ബാധിക്കാൻ 2 പേരുണ്ടായിട്ടാണോടാ റാസ്കൽ നീ നാർത്തരം ചെയ്തത് എന്നിങ്ങനെ എസ് ഐ പറഞ്ഞു. സാറേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു വിക്രം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവടാ, നിന്നോടുള്ള മര്യാദ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവടാ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല സാർ, വിക്രമിന് പറയാനുള്ളത് കേൾക്കുന്നതാണ് മര്യാദ എന്ന് വേദ പറഞ്ഞു. എന്തോ പ്രതിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കും, അത് എവിടെ വെച്ച് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പ്രതി എന്ന് തെളിവ് കിട്ടിയിട്ട് വേണ്ടേ സാർ പറയാൻ? ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് പറയാനുള്ള അധികാരം വിക്രമനുണ്ടെന്ന് വേദ പറഞ്ഞു. അപ്പോൾ നീ ജില്ലാ ജഡ്ജിയുടെ മോളാണ് എന്നുള്ളൊരു അഹങ്കാരം കാണിക്കല്ലേ മോളെ എന്ന് ഈ എസ് ഐ വേദയോട് പറയുക. അപ്പോൾ രമ്യ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൈയോടെ പിടിച്ച ഒരുവനെ വിട്ടുകൊടുക്കാനാണ് ഈ വാദം, എന്താ വേണ്ടത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അവനെ കൊണ്ടുപോകണം സാറേ, ഈ പോക്രിത്തരത്തിന് കൈയും കാലും തല്ലി ഓടിക്കണമെന്ന് നാട്ടുകാരെല്ലാവരും പറയുക. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ അയാളെ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ പുറകോട്ട് ഇങ്ങനെ വലിഞ്ഞു മാറുവാട്ടോ പേടിച്ചിട്ട്. അപ്പോൾ കേട്ടല്ലോ, നാട്ടുകാരുടെ അഭിപ്രായവും അല്ലെങ്കിൽ തീരുമാനവും ഇതാ, പൊതുജനത്തെ ബഹുമാനിക്കുന്ന പോലീസുകാരനായതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കമല അയ്യോ സാറേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഈ സമയത്ത് എല്ലാവരും പറഞ്ഞു, പക്ഷേ വിക്രത്തിന് പറയാനുള്ളതൊന്ന് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം സാർ എന്ന് രാധ പറഞ്ഞു. അതുപോലെ തന്നെ വേദയും. സാർ വിക്രം ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണെന്നും ഇന്നേ വരെ ഇങ്ങനെ ഒരു ആരോപണം കേൾപ്പിച്ചിട്ടില്ല എന്ന് വേദ പറയും. അത് കണക്കിലെടുത്ത് സ്വയം വിശദീകരിക്കാൻ ഒരു അവസരം നൽകണമെന്ന് വേദ പറയുമ്പോൾ അതെ സാർ, അവൻ അങ്ങനെ ഒരു കുട്ടിയല്ല എന്നൊക്കെ കമല പറഞ്ഞു. അപ്പോൾ കുട്ടിയോ, ഈ മുതുക്കനോ, ഇവനാണോ കുട്ടിയെന്ന്? മക്കളുടെ വൃത്തികേടല്ലെങ്കിലും അച്ഛനമ്മമാർ അറിയാറൊന്നുമില്ല. അപ്പോൾ മോളെ രമ്യയെ, അവൻ എന്തു പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല, അവൻ അങ്ങനെ ഒരാളല്ല എന്ന് കമല രമ്യയോട് പറഞ്ഞു. രമ്യ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് അവരോട് അപേക്ഷിക്കുകയൊന്നും വേണ്ട, അവരുടെ പരാതിയിലാണ് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രമ്യ ഇങ്ങനെ ഭയങ്കര നല്ലവളായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട സാർ. എന്ത് അല്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ സാർ, തൽക്കാലം അയാളെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു രമ്യ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കയ്യോടെ പിടിച്ചിട്ട് വെറുതെ വിടാനോ? നാളെ ഇതുപോലെ വേറൊരു പെൺകുട്ടിയെ ഇവൻ റേപ്പ് ചെയ്ത് കൊന്നാലോ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ല സാർ എന്ന് പറഞ്ഞു കമല. അതെ പെങ്ങളെ നോക്ക്, ഇങ്ങനെയുള്ള ഒരു അവസാനം ചെയ്യുന്നതേ അങ്ങനെ അതൊക്കെ തന്നെയായിരിക്കും. ചെന്ന് കയറടാന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൊണ്ടുപോവുക. ആ സമയത്ത് നമ്മുടെ വേദയൊക്കെ മാക്സിമം പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേദ, നിങ്ങൾ വിക്രത്തെ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ വിക്രമിന് പറയാനുള്ളത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയട്ടെ എന്ന് വേദ വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയാം. നിങ്ങൾ ചോദ്യം ചെയ്ത് പറയിപ്പിക്കുന്നത് മാത്രമായിരിക്കില്ലല്ലോ സത്യം. ഇനി ഞങ്ങൾ പിടിക്കുന്നവരുടെ മുഴുവൻ മൊഴിയും ആദ്യമേ യോഗം വിളിച്ചു കൂട്ടി എടുത്തതിന് ശേഷം ചോദ്യം ചെയ്യാം, എന്താ മതിയോന്ന് ചോദിച്ചു വേദയോട് ഇയാൾ. ഒന്നും മിണ്ടാതിരിക്കും സഹോദരി, അപ്പോഴേക്കും ഒന്നും പറയും മാഷേ, ഒന്ന് പറ മാഷേ, ഒന്ന് പറ. അപ്പോൾ അതേ മാഷേ, വിക്രം അത് ചെയ്യില്ല എന്ന് രാധയും പറഞ്ഞു. അപ്പോൾ വിക്രമിന് പറയാനുള്ളതും കേൾക്കണ്ടേ അച്ഛാ എന്ന് വേദ ചോദിക്കുമ്പം വേണ്ട എന്നാണ് മാഷിൻ്റെ മറുപടി. ഇത് കേട്ട എല്ലാവരും ഞെട്ടി. നന്ദിനി ഇതൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. ഇവിടെ വെച്ച് എല്ലാവരും കേട്ട ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റം അതത്ര നിസ്സാരമായിട്ടുള്ള കുറ്റമല്ലെന്നും അവനെ കൊണ്ടുപോയിക്കോളാൻ ഈ മാഷ് പറയുക. അപ്പോഴേക്കും പോലീസുകാർ നമ്മുടെ വിക്രത്തെ കൊണ്ടുപോയി അവിടെ കിടന്ന് വാവിട്ട് കരയുക കമല. ഈ സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവനെ കൊണ്ടുപോയത് നന്നായി എന്നും പറഞ്ഞു. കമല ആകെ വിഷമിച്ചിരിക്കുന്നു. എല്ലാവരും തകർന്ന് തരിപ്പണമായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ സമയത്താണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എല്ലാവർക്കും പറ്റിയെന്ന് ചോദിച്ചു വിനായകൻ വന്നു. ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ നിൽക്കുകയാണ്. അപ്പോൾ വിക്രമിനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് ശരി, വീണ്ടും പിടിച്ചോണ്ട് പോയോ? അതിപ്പോൾ ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ അല്ലടി എന്ന് വിനായകൻ. എല്ലാ തവണയും പോലെ അല്ല, ഇത്തവണ പെണ്ണ് കേസാണെന്ന് പറയുമ്പം നന്ദിനി എന്നും പറഞ്ഞ കമല ഒരു വിളി. അമ്മേ ആ പെണ്ണിൻ്റെ പരാതി അങ്ങനെ അല്ലേന്ന് ചോദിച്ചു നന്ദിനിയെ. അല്ലാണ്ട് പോലീസ് കേസെടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നണുണ്ടോ? ഏത് പെണ്ണ്? എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം? നിങ്ങളിവിടെ വീട് എടുത്തു കൊടുത്തൊരു പെണ്ണില്ലേ, അവള് തന്നെ. ആര്? രമ്യയോ? രമ്യ, അത് തന്നെ. വിക്രം അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കയറി പിടിച്ചോന്നും പറഞ്ഞു എന്തൊരു നിലവിളിയായിരുന്നെന്ന് അറിയാമോ അവള്. ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി ചെന്നപ്പോൾ അവൾ അവനെ അകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. പോലീസ് വന്ന് ഇറക്കിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞപ്പോൾ ആ മണ്ടന് പുറകെ കൂടി ഇറങ്ങി ഓടിക്കൂടായിരുന്നു എന്ന് വിനായകൻ ചോദിക്കുക. ഒന്നും അറിയാത്തതുപോലെ. അത് ശരിയാണല്ലോ, അവനെന്തിനാ വീടിനകത്ത് തന്നെ നിന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. അന്നേരം നന്ദിനി. ആ സമയത്ത് മാഷ് ഇങ്ങനെ ഒന്നും അല്ലാത്തവരെ ഇരിക്കാം. ആ കുട്ടി വീട് പുറകെ നിന്ന് പൂട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴും വേദ ഇതൊക്കെ കേട്ട് ചിരിക്കുക. ആ സമയത്ത് വേദ ചോദ്യവും ഉത്തരവും വിനായകൻ ചേട്ടൻ തന്നെയാണല്ലോ പറയുന്നത്. അല്ല, അതിനാണല്ലോ സാധ്യത. അപ്പോൾ വേറെ എന്തൊക്കെ ചെയ്താലും
വിക്രം ഒരു പെൺകുട്ടി ഉപദ്രവിക്കില്ല, അതെനിക്ക് ഉറപ്പാണെന്ന് വിശ്വം പറഞ്ഞു. ഇത്രയും കാലമായിട്ട് അവൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുടിച്ചു ബോധമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാമേന്ന് നമ്മുടെ ശ്രീജ പറഞ്ഞു. നന്ദിനി അങ്ങനെ കരുതുന്നുണ്ടോ എന്നും കൂടെ ചോദിച്ചു. എന്നൊക്കെ ചോദിച്ചാൽ ഇതുവരെ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അപ്പം ഇനിയും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കമല ചാടി അങ്ങ് എഴുന്നേറ്റു. മാഷിന് തോന്നുന്നുണ്ടോ അങ്ങനെ? മാഷ് വന്നേ, വാ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് കമല. അവിടെ ചെന്നിട്ട് എന്ത് സംസാരിക്കാനാ കമലെ എന്ന് മാഷ് കമലയോട് ചോദിക്കുന്നു. ഒന്നാമത് ആ പെൺകുട്ടിയുടെ മൊഴി, പിന്നെ രണ്ടാമത് ആ കുട്ടിയുടെ സെൽഫോണിൽ അവൻ പുറകിൽ നിന്ന് ചെല്ലുന്നതിൻ്റെ വീഡിയോ വരെ ഉണ്ടെന്നും അത്രയും തെളിവുകളും കാര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക മാഷ്. അങ്ങനെ തെളിവുകളെല്ലാം വിക്രത്തിനെതിരാണെന്നുള്ള കാര്യം പറഞ്ഞു. ആദ്യത്തെ ചോദ്യം, ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആ സമയത്ത് അവൻ എന്തിനു പോയി എന്ന് വരും. പിന്നെ പിന്നാലെ ചോദ്യങ്ങൾ വരും. അതിൻ്റെ മുന്നിൽ തൊലിയുരിഞ്ഞ് നിൽക്കേണ്ടി വരും നമുക്ക്. എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല എന്ന് മാഷ് തറപ്പിച്ചു പറയുക. വിക്രമനെ ഇനി ആരോ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഇവർ പരസ്പരം പറയുമ്പോൾ വിക്രത്തിനെ അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ആർക്ക് എന്ത് നേട്ടം കിട്ടാനാണെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വിനായകൻ. ആ സമയത്തും വേദ വിനായകനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക. വേദയ്ക്ക് കാര്യം മനസ്സിലായി. കൂടെ നിന്ന് കാലു വാരിയത് സ്വന്തം കൂടപ്പറപ്പായിരിക്കും എന്നുള്ളത്. അപ്പോൾ വേദയുടെ നോട്ടം കണ്ടപ്പോൾ വിനായകനൊരു പേടി. ഇവളം തന്നെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിനായകൻ മനസ്സിൽ ചിന്തിക്കുക. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് വിശ്വേട്ടൻ പറഞ്ഞതിൽ എന്തോ ശരിയുണ്ടെന്നാ. അവനോട് ശത്രുതയുള്ള എത്രയോ പേരുണ്ട്, അവർ പെടുത്തിയതാണെങ്കിലോ എന്ന് ശ്രീജ പറയുമ്പോഴേക്കും പക്ഷേ കയറി ചെന്നത് അവൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു മാഷ. ആളുകൾ ചേർന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചതൊന്നും അല്ലല്ലോ. ആ രമ്യ അത്ര ശരിയല്ലെന്ന് അച്ഛമ്മ കണ്ട ദിവസം തന്നെ പറഞ്ഞതാണെന്ന് നന്ദിനി പറയുമ്പം, നന്ദിനി നമ്മുടെ വീട്ടിൽ ആൺകുട്ടിയാണ് ഇപ്പൊ തെറ്റുകാരനായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് ആ കുട്ടിയെ പറയുന്നത് തെറ്റാണെന്ന് മാഷ്. അതെ, ആ കുട്ടി ഇപ്പോൾ അതിദേവതയാണ്, അങ്ങനെ കാണാവൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ വേദി ഒന്നും മിണ്ടുന്നില്ല. ഇക്കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ, അത് പോലീസ് തെളിയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോലീസിന് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ മാഷ് അങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നു. ആ സമയത്ത് അതിനിടയിൽ നമ്മുടെ വീട്ടിലെ പയ്യനോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെ കാണിച്ച് പുറത്തിറക്കാനായിട്ട് നമ്മളാരും അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട എന്ന് മാഷ് പറയുക. വേദ ഇതെല്ലാം നിന്നങ്ങ് കേട്ടു. എന്ന് വെച്ച് അവനെ അങ്ങ് വിട്ടു കളയണോ മാഷ് എന്ന് കമല ചോദിക്കുമ്പം, നിനക്കൊരു മകളുണ്ടെന്നും അവൾക്കാണിത് സംഭവിച്ചതെന്നും നീ കരുതുക, നീ ഇത് പറയോ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവനെ നീ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ തന്നെ സ്വയം പുറത്ത് കിടക്കണമെന്ന് മാഷു പറയുമ്പോൾ, അപ്പോൾ വിക്രത്തിൻ്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് വിക്രത്തെ പുറത്തിറക്കാൻ മറ്റുള്ളവരും ശ്രമിക്കണ്ടേ അച്ഛാ എന്ന് വേദ മാഷിനോട് അന്നേരം ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ മാഷിന് പിന്നെ ഒന്നും പറയാനില്ല. മാഷ് ഇങ്ങനെ വേദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടാതെ അയാൾ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അമ്മ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വേദ പറയുമ്പോൾ, പോലീസിന് വിക്രമിനോട് അടങ്ങാത്ത പകയുണ്ടെന്നും ഈ ഒരു അവസരം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തിയാലോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകാം എന്ന് പറഞ്ഞു വേദ. അപ്പോൾ അത് വേണ്ടാന്ന് വിശ്വം പറഞ്ഞു. ഇതൊക്കെ തടയാനായിട്ട് വേദയെ കൊണ്ട് പറ്റുമോ നീ വിനായകൻ ചോദിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല. 2 ദിവസം കോടതി അവധി. ഇനി തിങ്കളാഴ്ച കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ പറയുക. ആ സമയത്ത് സ്റ്റേഷൻ ജാമ്യത്തിലുള്ള വകുപ്പൊന്നും ആയിരിക്കില്ല ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ വിനായകൻ പറയുന്നതെല്ലാം കേട്ട് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മോളെ, നീ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, നാളെ രാവിലെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു വേദ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. വേദ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് അമ്മ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും കണ്ടിട്ട് വിനായകൻ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ, അതായത് പത്മ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു. അമ്മേ എന്നും പറഞ്ഞ് ചെന്നു വിളിക്കുക. അപ്പം അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ. അമ്മ കിടന്നില്ലേ എന്ന് മോൻ ചോദിച്ചു. നേരെ ഒരുപാടായല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, കിടക്കാനൊന്നും തോന്നിയില്ല ശ്രീകാന്തെ, കിടന്നിട്ട് എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല എന്ന് അമ്മ മോനോട് പറഞ്ഞു. അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞല്ലേ അമ്മേ. അപ്പോൾ ശരീരത്തിനല്ലേ കുഴപ്പമില്ലാത്തുള്ളൂ, മനസ്സിന് കുഴപ്പമുണ്ട്. വേദയെപ്പറ്റി ആലോചിച്ചുള്ള ടെൻഷനാണ് അമ്മയ്ക്ക്, അച്ഛനെന്നുള്ള കാര്യമൊക്കെ അമ്മ ശ്രീകാന്തിനോട് പറയാം. നീ ഇപ്പോഴും വിക്രമനോടുള്ള ശത്രുതയായിട്ട് തന്നെയാണോ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്ത് ശത്രുതയാണ് അമ്മ എനിക്കുള്ളത്? അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അല്ലാതെ മറ്റെന്താ അമ്മേ? അവൻ്റെ ആക്സിഡൻറ്റിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ, അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. നീ ഇപ്പോഴും അവനെതിരെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നതായി അച്ഛനൊരു തോന്നലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞു, അമ്മേ എനിക്ക് മനസ്സിലായി, അച്ഛൻ്റെ മനസ്സിൽ അതുണ്ടെന്ന്. മനസ്സുകൊണ്ട് അവനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. എൻ്റെ അനിയത്തിക്ക് പറ്റിയ ഒരാളല്ല അവനെന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു തോന്നൽ, ഇപ്പോഴും ഉള്ളൊരു തോന്നൽ. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലമ്മേ. ആ ഒരു ദേഷ്യം എനിക്ക് അവനോടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവന് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് അവൻ മതിയെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മൾ 2 കൂട്ടരും ഒരുമിച്ച് ഈ ഒരു കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അന്ന് എന്താ സംഭവിച്ചത്?
അമ്മ കണ്ടതല്ലേ, ഇതിനേക്കാളും ഭേദമാ വിവാഹം നടക്കാതിരിക്കുന്നതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. ഹലോ സർ, ആ പറഞ്ഞോളൂ, എന്താന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ശരി, ഓക്കെ, ആയിക്കോട്ടെ, എന്തായാലും കാര്യങ്ങൾ വിളിച്ചൊന്ന് അറിയിച്ചേക്കണേ, ശരി, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പത്മ ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ സമയത്ത് ശ്രീകാന്ത് ഒരു ചിരി. എന്തായി ഇപ്പോൾ, അമ്മയും മുത്തശ്ശിയും കൂടി ഈ വീടിൻ്റെ മരുമകനായി വിളിച്ചു കയറ്റിയ ആള് പെണ്ണ് കേസിൽ അകത്തായെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അമ്മ ഞെട്ടലോടെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.